ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്കെങ്ങനെ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്ലോട്ട്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. എൻ്റെ പേര് അതുൽ. നിങ്ങളുടെ ഫോണിൽ ബ്ലോട്ട്വെയർ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായി ഞാൻ പറയുകയാണ്. ബ്ലോട്ട്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ്. നിങ്ങളൊരു സാംസങ് ഉപയോഗിക്കുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൽ കുറേ ആപ്സ് ഉണ്ടാവും. സാംസങ് ഗാലക്സി നോക്സ് അങ്ങനത്തെ ഒരുപാട് ആപ്സ് നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് പോലും ഉണ്ടായില്ല. നമുക്കത് അൺഇൻസ്റ്റാൾ ആക്കാൻ കഴിയുക. നമ്മളെ റാം അതുപോലെ ബാറ്ററി മെമ്മറി എല്ലാം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമുക്കൊരു ഉപകാരം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോട്ട്വെയർ ആപ്സ്, അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിരിക്കണം. സാധാരണ നിങ്ങൾക്ക് യൂട്യൂബിൽ റൂട്ട് ചെയ്യുന്ന അങ്ങനെയെല്ലാം അവൈലബിൾ ആണ്. കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എല്ലാം കണ്ടിട്ട് റൂട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ആക്കേണ്ട ഒരു വഴി പറഞ്ഞുതരാം. ഒരു പക്ഷേ നിങ്ങൾ കിങ് റൂട്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്യൂരിഫൈ ഇൻസ്റ്റാൾ ആക്കാം. പ്യൂരിഫൈ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ആപ്സ് ഒന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കണ്ട, പ്യൂരിഫൈ മതി. ഞാൻ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പ്യൂരിഫൈ എടുത്തങ്ങ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇത് നല്ല ആപ്പാണ്. നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ്, ബ്ലോട്ട്വെയർ അൺഇൻസ്റ്റാൾ ആക്കാൻ ഉപയോഗിക്കുന്ന ആപ്പ്, ചിലപ്പോൾ നമുക്ക് അതിൽ ബ്ലോട്ട്വെയർ അൺഇൻസ്റ്റാൾ ആക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഈ ഒരു ആപ്പിൽ നമ്മളെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും, സേവ് ബാറ്ററി, അതുപോലെ ക്ലീൻ ജങ്ക് ഫയൽ, നോട്ടിഫിക്കേഷൻ ഫോൾഡർ. ഒരു നല്ലൊരു ഇതാണ്. ആപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മീറ്റിലേക്കൊന്ന് ആക്കിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് വരും, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് കിട്ടിയിട്ടാകുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഏകദേശം ഇവിടെ വരും. ബ്ലോട്ട്വെയർ അൺഇൻസ്റ്റാളർ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മളെ ഇതിൽ ഓൾറെഡി കുറേ ആപ്സിനുപരി കുറേ എന്തെല്ലാം സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടാവും. അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വരാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡൗൺ ആക്കി ഇങ്ങോട്ട് ബ്ലോട്ട്വെയർ റിമൂവ് എന്ന് കാണാം. ജസ്റ്റ് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ജസ്റ്റ് ലോഡിങ് ആകുന്നുണ്ട്, എല്ലാ ആപ്സും ഒന്ന് വരണ്ടേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ കുറേ ആപ്സ്. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, കാരണം നിങ്ങളെ ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് ഇതാണ്. അപ്പോൾ ഇതൊന്നും അൺഇൻസ്റ്റാൾ ആക്കരുത്. നിങ്ങൾ കുറച്ച് താഴേക്ക് വന്നെങ്കിൽ ഇതിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പ്ലേ സ്റ്റോർ, പ്ലേ സർവീസ് അതെല്ലാം നിങ്ങൾ ഫോണിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, പക്ഷേ നിങ്ങളുടെ ഫോണിന് ആൻഡ്രോയിഡ് പറഞ്ഞ പ്ലേ സ്റ്റോറാണ്. പ്ലേ സ്റ്റോറിൽ കുറേ അങ്ങനെയെല്ലാം ആൻഡ്രോയിഡിലെ മിക്ക ആപ്സും പിന്നെ ആൻഡ്രോയിഡിൽ പേയ്മെൻ്റ് എല്ലാം നടത്തുന്ന പ്ലേ സ്റ്റോറിലാണല്ലോ. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ എന്തോ ആക്കേണ്ട കാര്യമില്ല. ഏറ്റവും താഴെ വന്നിട്ടാകുമ്പോൾ സിസ്റ്റം മോഡ്യൂൾസ് അങ്ങനെ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തെന്നാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. ശരിക്കും ഈ ആപ്സിനെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 114 KB, 791 KB, ഗാലറിക്ക് 19.67 MB, 450 KB ഫയൽ മാനേജറിന്. പക്ഷേ എൻ്റെ ഫോണിൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾ സാംസങ് ഉപയോഗിക്കുന്ന ആളായിട്ടാണെങ്കിൽ പറയണ്ടല്ലോ. സാംസങ് അങ്ങനത്തെ കുറേ മോഡൽസ് എല്ലാം ഉണ്ട്. അതിൽ ഉപയോഗിക്കുന്ന ആളതെങ്കിൽ
പിന്നെ പറയേ വേണ്ട, ഇഷ്ടംപോലെ ആപ്സ് ഉണ്ടാവും. അയാൾ നിങ്ങൾക്ക് ഏകദേശം അൺഇൻസ്റ്റാൾ ആക്കാം. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഫയൽ മാനേജർ എടുക്കുകയാണ്. ഇവിടെ അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു, റിമൂവിങ്. എനിക്ക് തീർച്ചയായിട്ടും ഫയൽ മാനേജർ വേണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എനിക്കത് റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്നില്ല ഉറപ്പുകൊണ്ടാണ്. റീസ്റ്റോർ ചെയ്യണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, ആപ്സ് വേണമെങ്കിൽ ഇങ്ങനത്തെ ആപ്സും അൺഇൻസ്റ്റാൾ ആക്കാം. ഇവിടെ ബ്ലോട്ട്വെയറിൽ പോയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മീത്ത കോർണറിലായിട്ടൊരു ഇത് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റീസ്റ്റോറബിൾ ആപ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഞാൻ ഫയൽ മാനേജർ ആദ്യം റീസ്റ്റോർ ചെയ്യാണ്. റീസ്റ്റോർ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് ആയി അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ കിട്ടാൻ നിങ്ങൾ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.